എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നമ്മുടെ ലൂഫിയാൻ ടീം അവരാണെങ്കിൽ തേർഡ് ബ്ലോക്ക് ലക്ഷ്യമാക്കി അങ്ങനെ കുതിരയിൽ ചേറിപ്പായാണ്. അപ്പോഴായിരിക്കും ആ ഗ്ലാഡിയസ് വില്ലൻ അവനും അവന്റെ അസിസ്റ്റൻസും എല്ലാവരും വന്ന് ഇപ്പൊ ലൂഫിയെ തടയാനായിട്ട് ശ്രമിക്കും. അവൻ തീർത്തു പറയും, ഒരു കാരണവശാലും ലൂഫിയെ തേർഡ് ബ്ലോക്കിലേക്ക് ഞങ്ങൾ അയക്കില്ല. നമ്മുടെ ആൾക്കാർ ചാടി വന്ന് ഫൈറ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ കിങ്ങും നീലത്തലയനും അവരുടെ കൂടെ ഉണ്ടായിരുന്ന ബാക്കി കോമ്പറ്റീറ്റേഴ്സും എല്ലാവരും ചേർന്ന് ആ വില്ലന്മാരെ അച്ചറം പൊച്ചറ അടിക്കുകയാണ്. ഹൈറുദ്ദീൻ ആണെങ്കിൽ ഒരു കൂട്ടം വില്ലന്മാരെ സിക്സർ അടുപ്പിക്കും. ചായും പൂവാണെങ്കിൽ ബാക്കിയുള്ളവരുമായിട്ട് കമ്പൈനായിട്ട് ഫൈറ്റ് ചെയ്യാണ്. അങ്ങനെ അവരെല്ലാവരും ടീം വർക്കായി ആ വില്ലന്മാർക്ക് നേരെ നിർത്താതെ ഫൈറ്റ് ചെയ്ത് ലൂഫിയാൻ ടീമിനെ മുൻപോട്ടേക്ക് അയക്കും. ലൂഫിക്കാണെങ്കിൽ അത് കണ്ട് ഭയങ്കര സന്തോഷം. അവനവന്റെ 32 പല്ലും കാണിച്ച് ചിരിച്ച് ഓരോരുത്തരും ഫൈറ്റ് ചെയ്യുന്നത് ആകാംക്ഷയോട് കൂടെ നോക്കും. വില്ലന്മാർക്കാണെങ്കിൽ അത് വിശ്വസിക്കാനായിട്ട് പറ്റില്ല. ദിസ് ഈസ് അൺബിലീവബിൾ. ഇതെങ്ങനെ സംഭവിച്ചു? ഇവരെല്ലാവരും ആ പാലസിൽ പരസ്പരം ഫൈറ്റ് ചെയ്തവരല്ലേ? ഇവരെല്ലാവരും എങ്ങനെ ഇപ്പൊ ഒന്നായി ലൂഫിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നു? എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അവരാണെങ്കിൽ അവരെ കൊണ്ട് പറ്റും പോലെ അവരെ റെസിസ്റ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്യും. അപ്പടാ മീശക്കാരനാണെങ്കിൽ ചുന്ദരൻ പൈലറ്റിനോട് വിളിച്ചു പറയും, എത്രയും വേഗം ലൂഫിയെ സേഫായി ആ ഡോഫ്ലമിംഗോയുടെ അടുത്തേക്ക് കൊണ്ടുപോകും. ഇപ്പൊ നമ്മൾ ടീമായിട്ട് വർക്ക് ചെയ്തിട്ടില്ല എങ്കിൽ വലിയ അപകടമാണ്. ചുന്ദരൻ പൈലറ്റിനാണെങ്കിൽ അത് കേൾക്കുമ്പോൾ ഒരല്പം അപമാനമായിട്ട് തോന്നും. കാരണം അവന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹം അവനെ കൊണ്ട് ഡോഫ്ലമിംഗോയെ കൊല്ലണം എന്നതായിരുന്നു. പക്ഷെ വേറെ വഴിയില്ലാതെ അവൻ ആ ഒരു ദൗത്യം ഇപ്പൊ ലൂഫിയെ തന്നെ തിരികെ ഏൽപ്പിച്ചു. ഇവിടെ ഗ്ലാഡിയസും ലാവോജിയും അവർ രണ്ടുപേരും കട്ടയ്ക്ക് ഫൈറ്റ് ചെയ്യാണ്. അവർക്ക് രണ്ടുപേർക്കും ഈക്വൽ പവറാണ്. അവർക്ക് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് രണ്ട് ടീമിലെ ആൾക്കാർ അവരോട് ചേർന്ന് നിൽക്കും. ഗ്ലാഡിയസ് ആണെങ്കിൽ ടെൻഷൻ ആവും. യു ഗായ്സ് ആർ അൺബിലീവബിൾ. നിങ്ങളിത് കാണുന്നില്ലേ? ലൂഫിയും ടീമും അവരെ തേർഡ് ഫ്ലോർ ലക്ഷ്യമാക്കി ഓടുകയാണ്. നിങ്ങൾ വെറുതെ ഇവിടെ ഒന്ന് സമയം കളയാതെ അവരെ പിടിക്കുക. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ആ ബേബി ഫൈയെ കാണിക്കും. അവൾ ചോദിക്കും, നിങ്ങൾ എല്ലാവരും സിംഗിൾ കോമ്പറ്റീറ്റേഴ്സ് ആയിരുന്നില്ലേ? ഇപ്പോഴെങ്ങനെ നിങ്ങൾ ഒന്നായി? അതിന് അപ്പാപ്പൻ പറയും, ഞങ്ങളിപ്പോൾ എല്ലാവരും ഒന്നാണ്. ഞങ്ങളോട് നിങ്ങളും നിന്റെ ബോസ് ഡോഫ്ലമിംഗോയും ചെയ്ത ചതി അത് ഞങ്ങൾ ക്ഷമിക്കില്ല. അതിന് ഞങ്ങൾ പകരം ചോദിക്കും. മറ്റൊരു ഭാഗത്ത് ഡെലിഞ്ചർ ആണെങ്കിൽ ഇപ്പൊ കിങ്ങിനെ കളിയാക്കാണ്. കാരണം കിങ്ങിന് ഒരൊറ്റ പഞ്ച് വെക്കണമെങ്കിൽ മണിക്കൂറുകൾ നീണ്ട ആളുടെ ട്രെയിനിങ്ങും പ്രാക്ടീസും ആവശ്യമാണ്. അതിനവനാണെങ്കിൽ കിങ് പ്രാക്ടീസ് ചെയ്യുന്നത് കണ്ട് നിർത്താതെ കളിയാക്കിക്കൊണ്ടേയിരിക്കും. കിങ്ങിനാണെങ്കിൽ കലി അതങ്ങനെ കയറി വരികയാണ്. കിങ് ആണെങ്കിൽ പഞ്ച് വെക്കാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴേക്കും അവനവന്റെ ഹീൽ കാല് വെച്ച് ഒരു ഒറ്റ തൊഴി ചോര തുളുമ്പി കിങ് അങ്ങനെ അട്ടിച്ചു വീഴും. അവനാണെങ്കിൽ വീണ്ടും അവന്റെ കാല് അത് കിങ്ങിന്റെ ഫേസിന് നേരെ നീട്ടും. അത് കണ്ട ഹൈറുദ്ദീൻ ആണെങ്കിൽ കൈ ചുരുട്ടി ഡെലിഞ്ചറിനെ ആഞ്ഞെട്ടിക്കും. പക്ഷെ ജസ്റ്റ് മിസ്സിന് ഡെലിഞ്ചർ രക്ഷപ്പെടും. അപ്പൊ ആ ജയിന്റ് മാൻ ആണെങ്കിൽ എടുത്ത് ചാടുകയാണ്. ആ ജയന്റ് ആണെങ്കിൽ ഹൈറുദ്ദീനെ സ്റ്റിക്കർ ആക്കിയതിനു ശേഷം ഇപ്പോ ഡെലിഞ്ചറിനോട് പറയും, നിനക്കൊരു അല്പമെങ്കിലും കെയർഫുൾ ആയി ഇരുന്നൂടെ? ഈ ഇടയായിട്ട് നിന്റെ ഫൈറ്റ് ഒക്കെ ഒരല്പം വീക്കാണ്. കട്ട് ചെയ്താ ഇവിടെ ലൂഫിയും ടീമും ആ കുതിരപ്പുറത്ത് കുതിച്ചു പായും. അവരുടെ തൊട്ടു പിന്നാലെ ആ വില്ലന്മാരും. ആ വില്ലന്മാർക്ക് പിന്നാലെയായിട്ട് നമ്മുടെ കപ്പട മീശക്കാരനും അവന്റെ ടീമും. ഇവിടെ ഡെലിഞ്ചറിന് മനസ്സിലാവും ഇതിന്റെ എല്ലാം മുഖ്യധാര അത് ആ കപ്പട മീശക്കാരനാണെന്ന്. ഡെലിഞ്ചർ ചാടി വന്ന് കപ്പട മീശക്കാരന്റെ വയറ്റില് അവന്റെ കൊമ്പ് വെച്ച് ആഞ്ഞെട്ടിച്ച് ദൂരത്തേക്ക് തെറിപ്പിച്ച് കളയും. പക്ഷെ കപ്പട മീശക്കാരൻ അപ്പോഴാണെങ്കിലും ലൂഫിയോട് പറയും, പേടിക്കേണ്ട ആവശ്യമില്ല, ഇവന്റെ കാര്യം അത് ഞാൻ നോക്കിക്കോളാം. ഇത് എത്രയും വേഗം തീർത്തേ പറ്റൂന്ന് പറഞ്ഞ് ലൂഫിയും നമ്മുടെ ചുന്ദരൻ പൈലറ്റും അവരാണെങ്കിൽ ചുറ്റുമുള്ള വില്ലന്മാരെ തല്ലി കൊന്ന് ഇപ്പൊ ഷോർട്ട് കട്ട് വഴി മുൻപോട്ടേക്ക് കുതിച്ചു പായും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് സാമുറായെ കാണിക്കും. അവനാണെങ്കിൽ ആ ശബ്ദം കേട്ട ഭാഗം കറക്റ്റായിട്ട് തിരിച്ചറിഞ്ഞ് കാത് ചുമരിനോട് ചേർത്ത് വെച്ച് അപ്പുറത്ത് എന്താണെന്ന് ശ്രദ്ധിക്കുകയാണ്. ബാക്കിയുള്ളവരാണെങ്കിൽ പേടിച്ച് ഇപ്പൊ ദൂരേക്ക് മാറി നിൽക്കും. സാമുറായി ആണെങ്കിൽ ആ ചുമരിലൊന്ന് പ്രസ് ചെയ്യും. അത് പതിയെ നീങ്ങി ഇപ്പോ വലിയൊരു ദ്വാരം അവന് കാണാൻ പറ്റും. ആ ദ്വാരത്തില് മറ്റാരുമല്ല, അവൻ ഇത്രയും കാലം അന്വേഷിച്ചുകൊണ്ടിരുന്ന അവന്റെ ഫ്രണ്ട് കാഞ്ചിറോയുടെ പേര് വിളിച്ച് നമ്മുടെ സാമുറായി അവനങ്ങനെ നിലവിളിച്ച് പൊട്ടിക്കരയും. കാഞ്ചിറോ ആണെങ്കിൽ ഇപ്പൊ ഒത്തിരി സന്തോഷത്തില് അവനെ ഹഗ് ചെയ്യാണ്. ഐ എം സോറി, നിന്നെ ഞാൻ ഇഷ്ടപ്പെടുത്തി എങ്കിലും നീ എന്നെ അന്വേഷിച്ച് ഇവിടം വരെ വന്ന് എന്നെ കണ്ടുപിടിച്ചല്ലോ. നിന്റെ സ്നേഹം അത് ഇത്ര മാത്രം ഉണ്ട് എന്ന് എനിക്കറിയില്ലായിരുന്നു. ഇപ്പോഴാണ് ഞാൻ നിന്നെ ശരിക്കും തിരിച്ചറിയുന്നത്. ആക്ച്വലി ഞാൻ ഇവിടെ വന്ന് പെട്ടുപോയതിനു ശേഷം എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ട് ഒരുപാട് പേടിയായി. അപ്പൊ അങ്ങനെയാണ് ഞാൻ ആരുടെയും കണ്ണിൽ പെടാതെ ഈ ഒരു ദ്വാരത്തിനുള്ളിൽ കയറി ഒളിച്ചിരുന്നത്. അന്ന് മൊമന്റോസ്കെ അവനെ ആ കപ്പലിൽ കയറ്റിവിട്ട് അവനെ രക്ഷിക്കാനായി ഞാൻ നിന്നെ പറഞ്ഞയച്ചു. ഇവിടെയുള്ള ഡോഫ്ലമിംഗോയുടെ ആൾക്കാര് അവരെ പിടിച്ചു വലിച്ച് ഈ തടവറയിൽ കൊണ്ടുപോയി ഇടുകയായിരുന്നു. അങ്ങനെ ഒരു വിധത്തില് ഇപ്പൊ അവനെയും നമ്മുടെ സാമുറായി രക്ഷിച്ചിരിക്കുകയാണ്. അവൻ പറയും, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്റെ പവർ ഉപയോഗിച്ച് ആവശ്യമായ ഫുഡൊക്കെ ഉണ്ടാക്കി ഞാൻ ഇത്രയും ദിവസം കഴിച്ച് എന്റെ വിശപ്പടക്കി. മൊമന്റോസ്കി അവനെ നിനക്ക് കണ്ടുപിടിക്കാനായോ? അതിന് സാമുറായി പറയും, അവനെ ഞാൻ കണ്ടുപിടിച്ചു. അവൻ
അവൻ സേഫായിട്ട് എൻ്റെ ഫ്രണ്ട്സിനോടൊപ്പം ഈ ഐലാൻഡിൽ തന്നെ ഉണ്ട്, നമുക്ക് എത്രയും വേഗം അവിടേക്ക് പോകണമെന്ന് പറഞ്ഞ് അവനെ കൂട്ടിക്കൊണ്ട് പോവാണ്. മറ്റുള്ള എല്ലാവരും അവർ ഡിസ്കസ് ചെയ്യുന്ന കേട്ട് ഞെട്ടുകയാണ്. കാരണം അവിടുന്ന് വളരെ ഈസി ആയിട്ട് എസ്കേപ്പ് ആവാൻ കഴിയുന്ന രീതിയിലാണ് അവർ രണ്ടുപേരും സംസാരിക്കുക. അവരാണെങ്കിൽ ഇമ വെട്ടാതെ അവർ രണ്ടുപേരെയും നോക്കി നിൽക്കുമ്പോൾ കാഞ്ചിറോ അവന്റെ കയ്യിൽ ബ്രഷ് പോലെ എന്തോ ഒന്നെടുക്കും. അതിനുശേഷം ഒരു ബേർഡിനെ ചുമരിൽ വരയ്ക്കും. അതിനുശേഷം മാജിക് ഉപയോഗിച്ച് അതിനെ റിയലാക്കി മാറ്റുകയാണ്. പെയിന്റിംഗ് ബേർഡ് ആണെങ്കിൽ ആദ്യം ഒന്ന് പറക്കാൻ ശ്രമിക്കും, പക്ഷെ അതിനെ കൊണ്ട് തീരെ വയ്യാതെ അത് താഴേക്ക് വീഴാണ്. പക്ഷെ കാഞ്ചിറോയും നമ്മുടെ സാമുറായും അവർ രണ്ടുപേരും അത് മൈൻഡ് ചെയ്യാതെ അതിന്റെ ദേഹത്ത് കയറിയിരിക്കും. അതാണെങ്കിൽ കഷ്ടപ്പെട്ട് മുക്കിയും മൂളിയും വലിഞ്ഞും ഒക്കെ ഇപ്പൊ പതിയെ പതിയെ മുകളിലേക്ക് പറക്കാൻ തുടങ്ങും. അതുകൊണ്ട് ബാക്കിയുള്ളവരാണെങ്കിൽ അങ്ങനെ ഫ്രീസായി പോവാണ്. ഓ മൈ ഗോഡ്, ഇവനും ആ ഡെവിൾ ഫ്രൂട്ടിന്റെ പവർ ഉണ്ട്. അവരിൽ ചിലരാണെങ്കിൽ നിലവിളിച്ച് പറയും, ഞങ്ങളിൽ പലരും ആ റിങ്കു ഫാമിലിയിലെ സോൾജിയേഴ്സ് ആണ്. ഒരുപാട് വർഷക്കാലമായി ഞങ്ങൾ ടോയ്സ് ആയിട്ട് ഇവിടെ കിടന്ന് നരയിക്കുകയായിരുന്നു. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞങ്ങളെ കൂടെ രക്ഷിക്കാൻ കഴിയോ? ആണെങ്കിൽ ഇപ്പൊ കാഞ്ചിറോയെ നോക്കി കെഞ്ചും, പ്ലീസ് ഞങ്ങളെ രക്ഷിക്കേ. അതിന് കാഞ്ചിറോ ആളാണെങ്കിൽ സിമ്പിൾ ആയിട്ട് അവർക്ക് രക്ഷപ്പെടാനായിട്ട് ഒരുപാട് സ്റ്റെപ്സ് ഒക്കെ വരച്ചു കൊടുക്കുകയാണ്. അടുത്ത നിമിഷം അവർ ആ സ്റ്റെപ്സ് വഴി മുകളിലേക്ക് കയറും. കാഞ്ചിറോ ആണെങ്കിൽ തീർത്ത് പറയും, അത് വെറും മാജിക് പവറാണ്. സോ എത്രയും വേഗം മുകളിലേക്ക് കയറി പോയിട്ടില്ല എങ്കിൽ ആ പാലം തകർന്ന് താഴെ വീണ് നിങ്ങളുടെ നടു ഓടിയും. അത് കേട്ട് അവർ വണ്ടടിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് ലൂഫിയാൻ ടീമിനെ ആ വില്ലന്മാർ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അതേസമയം ആ നീലത്തലയനും ബാക്കിയുള്ളവരും എല്ലാവരും ചേർന്ന് അവരെ തിരികെ അറ്റാക്ക് ചെയ്യും. അപ്പോഴായിരിക്കും ആ കെലിഞ്ചർ എടുത്തു ചാടി വന്ന് ആ നീലത്തലേനെ അറ്റാക്ക് ചെയ്യും. ആട്ടികെട്ടി അവന് ബോധമില്ലാതെ ഇപ്പൊ താഴെ വീണ് കിടക്കുകയാണ്. ലൂഫി ആണെങ്കിൽ അവന്റെ പേര് വിളിച്ച് നിലവിളിക്കും. അതിൽ ചുന്ദരം പയറിട്ട് പറയും, നീ ഇപ്പോ അവനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ആ ടോഫ്ലമിംഗോ അവന്റെ പ്ലാൻ അത് ഞാനും കേട്ടതാണ്. അവന്റെ ഓപ്പണൻസിനെ അവൻ അവന്റെ ബുദ്ധി ഉപയോഗിച്ച് പരസ്പരം അറ്റാക്ക് ചെയ്യിപ്പിക്കുകയാണ്. അതിനുശേഷം ബാക്കിയുള്ളവരെ അവൻ കൊല്ലും. അവനത് നടപ്പിലാക്കുന്നതിന് മുൻപ് എത്രയും വേഗം ആ ടോഫ്ലമിംഗോയുടെ തല അത് വെട്ടിയെറിയണം. ചുന്ദരം പൈറട്ടാണെങ്കിൽ തീർത്തു പറയും, ഈ ഐലാൻഡ് ഇപ്പോ ഒരു സോളിറ്ററി ഐലാൻഡാണ്. കാരണം ഈ ഐലാൻഡിൽ നടക്കുന്ന ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതെല്ലാവരും തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇവിടെയുള്ള നേവിക്കാർക്കോ പൈററ്റ്സിനോ എന്തിന് സാധാരണ ജനങ്ങൾക്കോ പോലും ഇവിടുന്ന് രക്ഷപ്പെടാനാവില്ല. അതുകൊണ്ടാണ് ആ ബേർഡ് കേജ് ട്രാപ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപയോഗിച്ച് അവൻ എല്ലാവരെയും ഇവിടെ നിന്ന് ഇല്ലാതാക്കും. അല്ലെങ്കിൽ അവന് വലിയ അപകടമാണ്. ഒന്നുകിൽ അവൻ നമ്മളെ കൊല്ലും, അല്ലെങ്കിൽ നമ്മൾ അവനെ കൊല്ലണം. അവൻ ഈ കാഴ്ചകളെല്ലാം കണ്ട് രസിക്കുകയാണ്. ഡിവൈഡ് ആൻഡ് റൂൾ അതാണ് അവന്റെ ഏക സ്ട്രാറ്റജി. പക്ഷെ അവന് പറ്റിയൊരു മണ്ടത്തരം അത് പാലസിനുള്ളിൽ ആ ഡെവിൾ ഫ്രൂട്ടിന് വേണ്ടി നടത്തിയ മത്സരം ഒന്ന് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ന്യൂ വേൾഡിലുള്ള ഒരുപാട് വാരിയേഴ്സ് ഇവിടേക്ക് വന്നു. ഒരു കാരണവശാലും ഡോഫ്ലമിംഗോയുടെ പ്ലാൻ അത് നടക്കില്ല. നടക്കാനായിട്ട് ഞാൻ അനുവദിക്കില്ല. അതിനു മുൻപേ ഞാൻ അവനെ കൊല്ലും. അത് കേട്ട് ലൂഫി അവൻ ഷോക്കാവും. നീയല്ല അവനെ കൊല്ലുന്നത്, ഞാനാണ്. ഒരു ഫ്ലോയില് വായി തോന്നൊക്കെ നീ വിളിച്ചു പറയാണോ? അതിന് കൈറോസ് പറയും, നിങ്ങൾ രണ്ടുപേരും അല്ല, 10 വർഷത്തെ പക അത് വീട്ടേണ്ടവൻ ഞാനാണ്. ഞാൻ അവനെ കൊല്ലും. ഉടനെ ട്രഫാർഗറിലോ നിനക്ക് 10 കൊല്ലമല്ലേ, എനിക്ക് 13 കൊല്ലത്തെ പകയാണ്. സോ ഞാൻ തന്നെ എന്റെ കൈകൊണ്ട് അവനെ കൊല്ലും. അങ്ങനെ ഒരു 4 പേരും ഒന്നിന് 50 പറഞ്ഞ് 100 പറഞ്ഞ് പൊരിഞ്ഞ തർക്കം. അപ്പോഴായിരിക്കും അവരുടെ കുതിര അതിപ്പോ സഡൻ ബ്രേക്ക് ഇട്ട് നിൽക്കുക. അവർ ഓൾറെഡി 3rd ബ്ലോക്കിൽ എത്തിക്കഴിഞ്ഞു. അവരുടെ മുൻപിലേക്ക് ജയന്റ് സൈസില് 1-2 പാവകള് അവറ്റകൾ അവിടേക്ക് വരുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.